കനോപ്പി എക്കോ ടോക്കിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കേരളത്തിൽ അടുത്ത കാലത്തായി വലിയ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇടിമിന്നൽ എന്ന് പറയുന്ന ഒരു പ്രകൃതി പ്രതിഭാസം. കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ മങ്കടയിൽ ഇടിമിന്നലേറ്റുകൊണ്ട് 4 വിദ്യാർത്ഥികൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം നമ്മളെല്ലാവരെയും നടുക്കിയൊരു സംഭവമാണ്. എന്തുകൊണ്ടാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടിമിന്നലിൻ്റെ തീവ്രത ഇത്രയധികം കൂടുന്നത്? ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണ് എന്നാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സംസ്ഥാനത്തിൻ്റെ പ്രത്യേക ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 2025-26 കാലയളവിൽ മാത്രം കേരളത്തിൽ 71 പേർക്ക് ഇടിമിന്നലേറ്റ് ജീവനഷ്ടമായതായിട്ട് കണക്കാക്കുന്നു. 2 കാരണങ്ങളാണ് ഇതിന് പിന്നിൽ പറയുന്നത്. ഒന്നാമത്തത് ഓറോഗ്രഫിക് ലിഫ്റ്റ് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് പശ്ചിമഘട്ട മലനിരകളുമാണ്. കടലിൽ നിന്ന് വരുന്ന ഈർപ്പമുള്ള കാറ്റ് ഈ മലനിരകളിൽ തട്ടി പെട്ടെന്ന് മുകളിലേക്ക് ഉയരുന്നത് മൂലം വലിയ മഴമേഘങ്ങൾ ഉണ്ടാകുന്നത് ശക്തമായ ഇടിമിന്നലായി മാറാനുള്ള കാരണമാകുന്നു. ഇതിനെയാണ് ഓറോഗ്രഫിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനം ആധുനിക കാലത്ത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന സമ്മേളനങ്ങളിലും വലിയ ചർച്ചയാണ് ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം. ശാസ്ത്രം പോലും കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞു എന്നിടത്താണുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സ്വാധീനം ഭൂമിയുടെ താപനില കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ്. ചൂട് കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ ഊർജം വർദ്ധിക്കുകയും ഇത് മേഘങ്ങൾക്കുള്ളിലെ ചലനങ്ങളെ അതിതീവ്രമാക്കുകയും ചെയ്യുന്നു. ഇടിമിന്നലുകൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ക്യുമുലോനിംബസ് എന്ന് പറയുന്ന മേഘങ്ങളിൽ നിന്നാണ്. വലിപ്പമേറിയ ഈ മേഘകൂമ്പാരങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരങ്ങളിലേക്ക് വളരുമ്പോഴാണ് ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുന്നത്. ഇടിമിന്നൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം അപകടകരമാകുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ അപകട കാരണങ്ങൾ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അത് ബാധിക്കുന്നത്? അമിതമായിട്ടുള്ള വൈദ്യുതി പ്രവാഹമാണ് മിന്നൽ എന്ന് പറയുന്നത്. അത് മനുഷ്യ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹൃദയസ്തംഭനവും നാഡീവ്യൂഹ തകരാറുകളും തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ക്ഷതവും ഗുരുതര പൊള്ളലുകൾ പോലെയുള്ളതൊക്കെ സംഭവിക്കാം. അത്യുഷ്ണം എന്നുള്ളത് മിന്നൽ കടന്നു പോകുന്ന സമയത്ത് ചുറ്റുമുള്ള വായുവിൻ്റെ താപനില ഏകദേശം 30,000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം എന്നുള്ളതാണ്. ഇത് സൂര്യൻ്റെ ഉപരിതല താപനിലയേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഈ പെട്ടെന്നുള്ള ചൂടാകലാണ് വായുവിനെ വിസ്ഫോടനാത്മകമായി വികസിപ്പിക്കുകയും അതുവഴി വലിയ ശബ്ദമായിട്ടുള്ള ഇടിമുഴക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമുക്ക് മങ്കടയിൽ സംഭവിച്ചതുപോലെ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് ഇടിമിന്നൽ സമയത്ത് അതീവ അപകടകരമാണെന്ന് മനസ്സിലാക്കണം. മിന്നൽ എപ്പോഴും ഭൂമിയിലെ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയരത്തിലുള്ള വസ്തുവിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. കളിക്കളങ്ങളും കുന്നിൻ ചെരുവുകളും മരച്ചുവടുകളുമൊക്കെ മിന്നലേൽക്കാൻ സാധ്യത കൂടുതലുള്ള ഇടങ്ങളാണ്. ജീവൻ രക്ഷിക്കാൻ നാം അറിഞ്ഞിരിക്കേണ്ട 30-30 റൂൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എന്താണ് 30-30 റൂൾ എന്ന് പറയുന്നത്? ആദ്യത്തെ 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിന്നൽ കണ്ടതിന് ശേഷം ഇടിമുഴക്കൻ കേൾക്കുന്നത് വരെയുള്ള സമയം എണ്ണി തിട്ടപ്പെടുത്തിയാൽ 30 സെക്കൻഡിൽ കുറവാണെങ്കിൽ മിന്നൽ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് എന്നാണ് അതിനർത്ഥം. ഉടൻ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറുകയും അങ്ങനെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറുകയാണ് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ 30 എന്ന് പറയുന്നത് അവസാനത്തെ ഇടിമുഴക്കം കേട്ടതിന് ശേഷം 30 മിനിറ്റ് മാത്രം കഴിഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. മിന്നൽ മേഘങ്ങൾ അകന്നു എന്ന് ഉറപ്പാക്കാൻ അത് അത്യാവശ്യമാണ് എന്നാണ് സുരക്ഷാ മുൻകരുതലുകൾ പറയുന്നത്. മറ്റു സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ സാധാരണയായിട്ട് കേട്ടുവരുന്നതാണ്. മിന്നൽ സമയങ്ങളിൽ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പ്ലഗുകൾ ഊരിയിടുക എന്നുള്ളത്, ജനലുകളിൽ നിന്ന് വാതിലുകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. തുറസായ സ്ഥലത്താണെങ്കിൽ ഒരിക്കലും മരച്ചുവട്ടിൽ നിൽക്കാൻ പാടില്ല എന്നുള്ളത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കുത്തിയിരുന്നു കൊണ്ട് തല നമ്മുടെ കാൽമുട്ടുകൾക്കിടയിൽ വെച്ച് ഇരിക്കുക എന്നുള്ളതാണ് മിന്നൽ ശരീരത്തിലൂടെ കടന്നു പോകാനുള്ള സാധ്യത കുറയ്ക്കുമെന്നാണ് ഇത്തരം ഇരുത്തം കൊണ്ട് സാധ്യമാകുന്നത്. കെട്ടിടങ്ങളിൽ ലൈറ്റ്നിങ് കണ്ടക്ടറുകൾ സ്ഥാപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ഇതിൻ്റെ ഭാഗമാണ്. വാഹനങ്ങളിലിരിക്കുന്ന ആളുകളുണ്ട്. വാഹനത്തിൽ ഏറ്റവും സുരക്ഷയുള്ള ഒരു ഇടം തന്നെയാണ്
ഇടിമിന്നൽ സമയത്ത്. പുറത്തു നിൽക്കുന്നതിനേക്കാൾ അടച്ചിട്ട വാഹനങ്ങൾക്കുള്ളിൽ തന്നെയാണ് സുരക്ഷ എന്ന് പറയുന്നത്. അതേ സമയത്ത് വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങൾ സ്പർശിക്കുന്നത് ഒഴിവാക്കുക എന്നാണ്. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ നേരത്തെ ലഭിക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഡാമിനി എന്ന് പറയുന്ന മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കാനും നമുക്ക് നിർദ്ദേശങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടയാൻ സാധിക്കില്ല, പക്ഷേ കൃത്യമായ അറിവുകളിലൂടെയും മുൻകരുതലുകളിലൂടെയും ജീവൻ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഇടിമിന്നൽ സമയത്ത് ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരങ്ങളിലും കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തങ്ങളാണ്.